Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ തന്നെ അതെങ്ങനെ പാക്ക് ചെയ്യാം, നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എങ്ങനെ പാക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്നിവിടെ ഈ ബെൻറ്റോ കേക്ക് 2 ഫ്ലേവറിലായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ചോക്ലേറ്റ് കേക്ക്, ഒന്ന് റെഡ് വെൽവെറ്റ് കേക്ക്. ആദ്യം തന്നെ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ റെഡ് വെൽവെറ്റിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, ഒരു 1.5 ടീസ്പൂണോളം കോൺഫ്ലോർ, ഒരു 1/4 ടീസ്പൂണ് കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/8 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, അതായത് ഒരു ചെറിയ നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ്. ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒരു 3 തവണ ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗും പഞ്ചസാരയൊക്കെ കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബെൻറ്റോ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പറയുന്നത്. ഇനി അതിലേക്ക് 2-3 ഡ്രോപ്പ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി നല്ലൊരു ക്രീമി ആൻഡ് ഫ്ലഫി ടെക്സ്ചർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എഗ്ഗും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് സ്ട്രോബെറി എസൻസ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു സ്പാച്ചിലെടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടർ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഈ ബട്ടർ മിൽക്കും നമുക്ക് ഒന്നിടവിട്ട് പിന്നെ കുറച്ചായിട്ട് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റിനുള്ള ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 170 ഡിഗ്രിയിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് ഒരു 1/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇവയൊക്കെ ചേർത്തിട്ട് ഒരു 3 തവണ ഈ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് കേക്കിന് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ്, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും രണ്ടും ഇടവിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എഗ് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മെല്ലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. ഒരു 170 ഡിഗ്രിയിൽ 10 to 15 മിനിറ്റ്സാണ് ബേക്കിംഗ് ടൈം. അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഒരു മൂടി ഉപയോഗിച്ചാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഇത് 4 ഇതുപോലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ചൂടാറാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ആ കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ ക്രീം ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 ലെയർ കേക്കും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ കേക്കിലേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുകളിലും സൈഡിലും ക്രീം ഇട്ട് നന്നായിട്ട് ഇതൊന്ന് സ്ക്രാപ്പർ കൊണ്ടോ ഐസിങ് നൈഫ് കൊണ്ടോ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ക്രം കോട്ട് വേറെ സെക്കൻഡ് കോട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്നിതൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കേക്ക് അത്യാവശ്യം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുത്ത് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ ക്രീം അതിന് മുകളിൽ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് ന്യൂട്ടെല്ല ഓരോ ലെയേഴ്സിലായിട്ടും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അതും ഇതുപോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് ക്രീം കൊണ്ട് ക്രം കോട്ട് ചെയ്ത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് ഒരു യെല്ലോ കളർ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കേക്കിന് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇതൊന്ന് സെക്കൻഡ് കോട്ടിംഗ് ആയി കൊടുത്തിട്ട് നമുക്കൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫിനിഷിങ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലുള്ള ഡെക്കറേഷൻസ് കൊടുക്കാം. ഇതെനിക്ക് ഫാദേഴ്സ് ഡേക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അതിന് ബെസ്റ്റ് ഡാഡ് എന്നാണ് മുകളിലേക്ക് അവർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് കൊണ്ടുള്ള ലെറ്റേഴ്സ് കൊണ്ട് ഞാൻ ബെസ്റ്റ് ഡാഡ് എന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത കേക്കിലും ഇതുപോലുള്ള ഒരു ഡെക്കറേഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ലഞ്ച് ബോക്സിലേക്ക് മാറ്റണം. അതിനായിട്ട് നമുക്ക് സാവധാനം ഇതൊന്ന് ഒരു ഐസിങ് നൈഫ് കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. ബോർഡിൽ നിന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ അടുത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് സാവധാനം അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്ക്വയർ ആയിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ സെൻറ്ററിലേക്ക് ഈ കേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതെടുത്ത് ലഞ്ച് ബോക്സിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. കേക്ക് ബട്ടർ പേപ്പറിലേക്ക് മാറ്റുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വേറൊരു ഫോണിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതാണ് കേട്ടോ ഇങ്ങനെ കുറച്ചൊരു ക്ലിയർ ഇല്ലാതെ കുറച്ചൊരു മങ്ങിയ പോലെ തോന്നില്ലേ, അത് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കേക്കും ഇതുപോലെ തന്നെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ലഞ്ച് ബോക്സിലേക്ക് എടുത്ത് വെക്കാം. ഇനി ഈ കേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് നോക്കാം. അത് കാര്യമായിട്ടൊന്നുമില്ല, ഈ ബോക്സ് അടച്ചു കൊടുക്കുക. എന്നിട്ട് 2 ഇതുപോലുള്ള സ്പൂൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ റിബൺ കൊണ്ടുള്ള ഒരു ബോ ഉണ്ടാക്കിയിട്ട് അതും സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.